ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടേതൊരു ചെറിയ ചാനലാണ് കേട്ടോ. അത്യാവശ്യം റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ചാനലാണ്. ഒരു വീട്ടമ്മയാണ് ഞാൻ. 2 മക്കളുണ്ട്. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു മോഹം തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കത് സാധിക്കുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. ഒരു ദിവസം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡനിങ് എനിക്ക് പൊതുവെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ചെടി നടുക, അതുപോലെ തന്നെ പച്ചക്കറികൾ നടുക, അതിൽ നിന്ന് കായ ഉണ്ടാവുക, പൂവ് ഉണ്ടാവുക, അതൊക്കെ വളരെ ഇഷ്ടമാണ്. കാണാനും മനസ്സിനും വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ചെടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചൊരു വീഡിയോ ജസ്റ്റ് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. ഫസ്റ്റ് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അതിനിങ്ങനെ ഒരു 100-200 ആളുകളൊക്കെ കണ്ടപ്പോൾ തോന്നി പിന്നെ ഇടണം തോന്നിയിട്ട് അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അല്ലാതെ ഒരു പ്ലാനിങ്ങോ കാര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഇട്ടു എന്ന് മാത്രം. അതും ഫെബ്രുവരി 21-നാട്ടോ ഞാൻ വീഡിയോ ഇട്ടത്. 2025 ഫെബ്രുവരിയിലാണ് ഇട്ടത്. 4 മാസമാട്ടോ വീഡിയോ ഇട്ടിട്ട് ആയിട്ടുള്ളത്. 4 മാസം കഴിഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ കുറച്ചൊക്കെ നല്ല വ്യൂവേഴ്സ് കിട്ടിയ വീഡിയോസും ഉണ്ട്, ഒരുവിധം വ്യൂവേഴ്സ് കിട്ടാത്ത വീഡിയോസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചില വീഡിയോസിന് ഒരു കണ്ടൻറ്റും ഇല്ലാതെ തന്നെ നല്ല പോലെ വ്യൂവേഴ്സ് കിട്ടുന്ന വീഡിയോസുണ്ട്. അതുപോലെ തന്നെ ചില വീഡിയോസ് നമ്മൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂവേഴ്സ് കിട്ടാതെ ഭയങ്കര സങ്കടമാണ് അത്. പക്ഷേ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ വീഡിയോസും ആളുകളിലേക്ക് എത്തും എന്ന് വിചാരിച്ച് മാത്രം വീഡിയോസ് ഇടുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങി. പിന്നെ ആദ്യം വോയിസ് ഒന്നും കൊടുക്കാതെ കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വ്യൂവേഴ്സ് കുറച്ച് കുറവായിരുന്നു. ആദ്യത്തെ കുറച്ച് വീഡിയോസ് മ്യൂസിക് ഇട്ട് മാത്രമാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ വോയിസ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും അഭിപ്രായം പറയൽ തുടങ്ങി. കാരണം ചില ആളുകളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, വോയിസ് ഇട്ട് നോക്ക് അപ്പോൾ വ്യൂവേഴ്സ് കൂടുന്നൊക്കെ പറഞ്ഞപ്പോൾ വോയിസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ചുകൂടി വ്യൂവേഴ്സ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ ഡെയിലി 3 ഷോർട്സും ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നിർത്താതെ ഇത് കൊണ്ടുപോയിരുന്നു. പിന്നെ അതിനെപ്പറ്റി ഓരോ വീഡിയോസ് യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്ത് കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 4700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ്. വോയിസ് കൊടുക്കൽ തുടങ്ങി, അതുപോലെ തന്നെ ടാഗ് ആഡ് ചെയ്യൽ തുടങ്ങി. ഡെയിലി വീഡിയോസ് ഇടും. വ്യൂവേഴ്സ് കൂടുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കാതെ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. മാക്സിമം ഒരു ഷോർട്സ് എങ്കിലും ഇടാറുണ്ട്. ലോങ് വീഡിയോ പൊതുവേ കുറവാണ്. കാരണം നമ്മുടെ കയ്യിൽ വീഡിയോസ് എടുക്കാനുള്ള ട്രൈപ്പോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാറ് മാക്സിമം. പിന്നെ ചെറിയ കുട്ടികളാണ്, അവരെ കഴിയുന്ന പോലെ അവരും സഹായിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. പിന്നെ ചില സമയത്ത് ഇത് നിർത്തിപ്പോണമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോ ഇട്ടാലും വ്യൂവേഴ്സ് കിട്ടാറില്ല. അപ്പോൾ അത് നമ്മൾ നിർത്തിപ്പോകാതെ അതിലെന്താണ് പോരായ്മ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ്. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാൻ. കാരണം വ്യൂവേഴ്സ് കൂടുന്നില്ല, വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ മാക്സിമം ചെയ്യും. എന്നെങ്കിലും ഒരു ടൈമിൽ നമുക്കൊരു വിജയം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു കണ്ടൻറ്റ് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകും. അപ്പോൾ നമ്മളെ അവർ ഫോളോ ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കും കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ നമ്മൾ തംബ്നെയിൽ നല്ല അടിപൊളിയായിട്ട് തംബ്നെയിൽ കൊടുക്കുക. അതൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് വലിയ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരു അറിവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് ഓരോന്ന് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും 4 മാസം ആയപ്പോഴേക്കും എനിക്കിപ്പോൾ 4700 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതിലേറെ കൂടുതലുള്ളവരും ഉണ്ടാവാം. 2-3 വർഷമായിട്ടും 1K പോലും ആവാതെ ഇരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ഉപകാരം നമ്മൾ കാരണം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ നല്ലതാട്ടോ ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങോ അതേമാതിരി ഗാർഡനിങ്, നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടങ്ങൾ, അങ്ങനെയൊക്കെ വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് യൂട്യൂബിലിടുക. നമുക്കൊരു ടൈം പോവാനും ആവും. എന്തെങ്കിലും ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതും വളരെയധികം ഒരു സഹായകരമാണ് കേട്ടോ. പെട്ടെന്ന് വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ഹാർഡ് വർക്ക് അത്രത്തോളം ഇതിന് വേണം. ചിലപ്പോൾ 1 വർഷം 2 വർഷം 10 വർഷം അടക്കം കാത്തിരുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നടക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് നല്ല ട്രെൻഡിങ് ആയിട്ട് കയറിങ്ങോണ്ട് വരുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. ഈ ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റീച്ച് കിട്ടും കേട്ടോ. പക്ഷെ അതിനൊക്കെ ഒരുപാട് പണച്ചെലവാണ്. കാരണം ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി അത് ആളുകളിലേക്ക് എത്തിക്കണം. അതിനൊക്കെ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീട്ടിലുള്ള സംഭവങ്ങൾ, അതേമാതിരി ഡെയിലി വ്ളോഗ്സ് അങ്ങനെയൊക്കെ ചെയ്താൽ ചില ആളുകൾ വിജയിച്ചു പോകാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് കണ്ടെത്തി അത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കും തന്നെ ഒരു സന്തോഷം കിട്ടും. ഞാൻ പൊതുവേ ഗാർഡനിങ് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ചൂസ് ചെയ്തത്. കാരണം എനിക്ക് അതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ക്രാഫ്റ്റ് വർക്ക്, അതേമാതിരി കുക്കിങ്, ഡെയിലി വ്ളോഗ്സ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള വിചാരിച്ചിട്ട് നമ്മൾ ആരും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒരു വിജയം ഉറപ്പാണ് വിചാരിച്ചിട്ട് മുന്നോട്ട് തന്നെ പോവുക. ഏത് വിജയത്തിന് പിന്നിലും ഒരുപാട് കഷ്ടപ്പെട്ടൊരു കഥ പറയാനുണ്ടാവില്ലേ. അപ്പോൾ അത് മാത്രം ചിന്തിക്കുക. വീഡിയോ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ നിർത്താതെ മുന്നോട്ട് തന്നെ പോകട്ടോ. ഞാനും ഈ ഒരു അവസ്ഥയിൽ എത്തി നിന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. നമുക്കൊരു വീഡിയോ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് മുതൽ ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ ടൈമിങ്ങിന് വീഡിയോ ഇടുക കേട്ടോ. രാവിലെ, ഉച്ചക്ക്, രാത്രി അങ്ങനെയാണ് ഞാൻ ഷോർട്സ് ഇട്ടിരുന്നത് കേട്ടോ. ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.